വെൽക്കം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 സെമസ്റ്റർ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണോ ഡിസ്റ്റൻസിൽ പഠിക്കുന്നത്? ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് എന്ന ടെക്സ്റ്റിൻ്റെ 5-ാമത്തെ പാഠം ആൽബർട്ട് മെമി എഴുതിയ ദ കോളനൈസർ ആൻഡ് ദ കോളനൈസ്ഡ് പഠിക്കാൻ ശ്രമിച്ചു നോക്കിയോ? അത് മനസ്സിലായില്ലേ? എങ്കിൽ യു ആർ നോട്ട് അലോൺ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടെക്സ്റ്റ് ദാറ്റ് ഈസ് യു ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ടെക്സ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ധാരണ കിട്ടി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. സോ ഐ ഹാവ് സിംപ്ലിഫൈഡ് ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ മാനർ. അപ്പോൾ പ്രധാനമായിട്ടും 5ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് തിരിച്ചിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ, ആരാണ് സാർത്രേ, എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്, പിന്നെ എന്താണ് ഇതിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻറ്റ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, ആൻഡ് വാട്ട് ഈസ് എ സമ്മറി ഓഫ് ദിസ് വർക്ക്, ആൻഡ് ഫൈനലി വി കം ടു എ കൺക്ലൂഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അറിയാൻ നമുക്ക് സാർത്രയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആരാണ് ഴാങ് പോൾ സാർത്ര? നമ്മൾ ഇംഗ്ലീഷിൽ അത് സ്പെല്ല് ചെയ്യുന്ന ജീൻ പോൾ എന്നൊക്കെയാണെങ്കിലും ഴാങ് പോൾ സാർത്ര ആരാന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ്. ആക്ച്വലി ഹീസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഓഫ് ഫ്രാൻസ്. ആൻഡ് യു നോ ഹീസ് അസോസിയേറ്റഡ് വിത്ത് എക്സിസ്റ്റൻഷ്യലിസം. അപ്പോൾ എന്താണ് എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ബിലീഫ് ഇൻ യുവർ ഡെസ്റ്റിനി, അതായത് വിധിയിലൊന്നും വിശ്വസിക്കാതെ ടു ഫൈൻഡ് യുവർ ഓൺ പേർപ്പസ്. അതിനാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യലിസം, ഫൈൻഡ് യുവർ എസെൻസ് എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ആസ് യു നോ ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ പോളിറ്റിക്സ്, പോസ്റ്റ് കൊളോണിയൽ തിയറി, ആൻഡ് ഹീ ഈസ് നോൺ ഫോർ ഹിസ് ബെസ്റ്റ് വർക്ക്സ് ഇൻ ഫിലോസഫി, നോവൽസ് ആൻഡ് പ്ലേ. സാർത്തിനെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഹീ ഈസ് നോൺ ഫോർ ഹിസ് വർക്ക്സ് ലൈക്ക് ബീയിങ് ആൻഡ് നത്തിങ്നെസ്, ക്രിട്ടിക് ഓഫ് ഡയലക്റ്റിക്കൽ റീസൺ, നോസിയ, നോവൽ ആൻഡ് ഫ്ലൈസ് ആൻഡ് ദ വേർഡ്സ്, എൻ ഓട്ടോബയോഗ്രഫി. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്കിതിൻ്റെ കോൺടെക്സ്റ്റിലേക്ക് വരാം. അതായത് നിങ്ങൾക്കറിയാം എന്താണ് ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ആൽബർട്ട് മെമി, അദ്ദേഹം ദ കോളനൈസർ ആൻഡ് ദ കോളനൈസ്ഡ് എന്ന ഒരു വർക്ക് 1957 പബ്ലിഷ് ചെയ്തു. അതായത് ആൽബർട്ട് മെമി അദ്ദേഹം 1957 വർക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ 1965 ഇറങ്ങിയ എഡിഷന് ഴാങ് പോൾ സാർത്ര ഒരു ഫോർവേഡ് എഴുതി. അതേ ടെക്സ്റ്റിൽ തന്നെ നഡീൻ ഗോഡിമർ ഒരു ഇൻട്രൊഡക്ഷനും എഴുതി. ഓക്കെ, അപ്പോൾ ഒരു ഫോർവേഡ്, അതിനുശേഷം ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇയാളുടെ വർക്ക്, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ആരാണ് ആൽബർട്ട് മെമി എന്നറിയണമെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകണം. അതായത് ആൽബർട്ട് മെമി എന്ന് പറയുന്ന ഒരു ട്യൂണീഷ്യൻ റൈറ്ററാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ട്യൂണീഷ്യൻ റൈറ്റർ എന്തിനാണ് ഴാങ് പോൾ സാർത്ര ഫോർവേഡ് എഴുതുന്നതെന്ന്. ട്യൂണീഷ്യ എന്ന് പറയുന്നത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അതായത് നോർത്ത് ആഫ്രിക്കയിൽ വരുന്ന ട്യൂണീഷ്യ ഫ്രഞ്ച് കോളനി ആയിരുന്നു. 1957 അതിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഈ ട്യൂണീഷ്യ എന്ന് പറയുന്നത് 99.1% ആളുകളും അറബ്സ് മുസ്ലിംസാണ്. പക്ഷേ ആൽബർട്ട് മെമി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വൈറ്റാണ്, ഹീസ് എ ജൂയിഷ്. അപ്പോൾ ഴാങ് പോൾ സാർത്ര പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലുള്ള ഒരു ഫ്രഞ്ച് ആളാണ് സാർത്ര, അതേപോലെ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ട് അതിൻ്റെ കോളനിയിലുള്ള ആളാണ്, ട്യൂണീഷ്യയിലുള്ള ആളാണ് ആൽബർട്ട് മെമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽബർട്ട് മെമി ഈ ട്യൂണീഷ്യയുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ 99% ഓഫ് ദ പീപ്പിൾ അറബ്സ് ആണ്. അവർ ഇയാളൊരിക്കലും അവരുടെ ആളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യില്ല. അതേസമയം ഇയാൾ ഫ്രഞ്ച് അതോറിറ്റിയുടെ ഭാഗം അല്ലാത്തത് കൊണ്ട് ഇയാൾ എന്താണ് ഈ കോളനൈസറായിട്ടും കൂട്ടില്ല. അതായത് ഇയാൾ ഏതിലാണ് പെടുന്നതെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ളിലാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൽ എന്താണ് ആൽബർട്ട് മെമി പ്രധാനമായിട്ടും പറഞ്ഞത്. അതിലൊന്ന് ആൽബർട്ട് മെമി പറഞ്ഞത് കൊളോണിയലിസ്റ്റുകൾ, അതായത് ഇത് ശരിയാവില്ല, 3 കാര്യങ്ങളാണ് ആൽബർട്ട് മെമി ഇതിൽ പറഞ്ഞത്. ഒന്ന് കോളനിസ്റ്റുകൾ, അതായത് നമ്മളെ ഭരിക്കുന്ന ആളുകൾ അവരെപ്പോഴും ആ ഒരു കോളനിയിലുള്ള ജനങ്ങളെ കുറിച്ചിട്ട് കുറേ സ്റ്റീരിയോ ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ആഫ്രിക്കക്കാരെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ്, അതിന് കാരണം എന്താണ്, നമ്മൾ വായിക്കുന്നത് ഈ കോളനൈസേഴ്സിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആഫ്രിക്കൻസ് എല്ലാം അപരിഷ്കൃതരാണെന്നും അവർ എന്താ പറയുക തീരെ പരിഷ്കൃതരല്ലാത്തതും ഇതേപോലത്തെ ഒരു ഇമേജിനാണ് ഇന്ത്യൻസിനെയും ഓറിയൻറ്റിനെയും കുറിച്ചിട്ടും ഇവർ എഴുതിയിട്ടുള്ളത്. അതാണ് എഡ്വേർഡ് സൈഡ് ഓറിയൻറ്റലിസ്റ്റിൽ പറയുന്നത്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. 2 എന്ന് പറയുന്നത് ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് കോളനിസ്റ്റുകളെയും അതേപോലെ തന്നെ കോളനൈസേഴ്സിനെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ഇംഗ്ലണ്ട് നമ്മളെ ഭരിച്ചപ്പോൾ ഇംഗ്ലണ്ടിന് എന്താണ് നഷ്ടം വന്നതെന്ന്. പക്ഷേ ആൽബർട്ട് മെമി പറയുന്നത് പലപ്പോഴും ഇംഗ്ലണ്ടിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും, അവർ പലപ്പോഴും താല്പര്യം കൊണ്ട് വരുന്നതായിരിക്കില്ല. അപ്പോൾ ഇൻറ്റേർണലി അവർക്ക് എന്താ പറയുക, അവരുടെ രാജ്യത്തിരിക്കാനായിരിക്കും താല്പര്യം, പക്ഷേ അവർ ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതായിരിക്കാം. അപ്പോൾ അവർക്കും ഇൻറ്റേർണലി സൈക്കോളജിക്കലിയും അവരെയും അത് ബാധിച്ചു, ഭരിച്ചതിലൂടെ നമ്മളെയും അത് ബാധിച്ചു. ഈ ഒരു കോണ്ടെക്സ്റ്റാണ് അദ്ദേഹം ട്യൂണീഷ്യയിൽ പറയുന്നത്. അതായത് ട്യൂണീഷ്യൻസിന് ഈ കോളനിവൽക്കരണത്തിലൂടെ അവരെയും ബാധിച്ചു,
കോളനി കോളനി ആക്കാൻ വേണ്ടി വന്ന ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെയും അത് ബാധിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു പോയിന്റിലാണ് നഡീൻ ഗോഡിമർ ഇദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ അദ്ദേഹം വിമർശിക്കുന്നത് യൂറോപ്യൻ ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റുകളെയാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ യൂറോപ്പിലാണ് മാർക്സിസം എല്ലാം വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അവർ ആകെ കൂടി ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ, അത് ഇക്കോണമിക്കൽ ആയിട്ടുള്ള, അതായത് എന്താ പറയുക, ഫിനാൻഷ്യൽ കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ. അതേസമയം റേസ്, പിന്നെ സൈക്കോളജിക്കൽ ട്രോമ, ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും എന്താ പറയുക, മാർക്സിസം സംസാരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ വർക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലെ സെൻട്രൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പോയിന്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് കൊളോണിയലിസം ബ്രോട്ട് നെഗറ്റീവ് എഫക്ട്സ് ഓൺ പീപ്പിൾ ബോത്ത് ഓഫ് കോളനൈസിങ് കൺട്രി ആൻഡ് ദ പീപ്പിൾ എഫക്റ്റഡ്. അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ കോളനിവൽക്കരണം എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഇതാണ് ഇരു കൂട്ടർക്കും, വ്യക്തികൾക്ക് എന്നാണ് പറയുന്നത്, അതിൻ്റെ പിന്നിലുള്ള വ്യക്തികൾക്ക്. രണ്ട്, അദ്ദേഹം പറയുന്ന യൂറോപ്യൻ ലെഫ്റ്റിസ്റ്റ് ഇതാണ്, അവർ ഇക്കണോമിക്കൽ ആസ്പെക്റ്റ് മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ, ക്ലാസ് സ്ട്രഗിളിന് മാത്രമേ അവർ ഫോക്കസ് ചെയ്തുള്ളൂ. ദേ ഡി നോട്ട് ഗിവ് അറ്റൻഷൻ ടു അതർ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഫോർ എക്സാമ്പിൾ നാഷണാലിറ്റി, പിന്നെ സൈക്കോളജിക്കൽ ആൻഡ് റേഷ്യൽ ഡൈനമിക്സ്, ഇതിനെക്കുറിച്ചൊന്നും അവർ ഫോക്കസ് ചെയ്തില്ല എന്ന് പറയുന്നത്. ഇനി നഡീൻ ഗോഡിമർ ആരാണെന്ന് നമുക്കറിയാം. നഡീൻ ഗോഡിമർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ റൈറ്ററാണ്. പക്ഷേ അവർ സൗത്ത് ആഫ്രിക്കൻ ആണെങ്കിലും അവരുടെ സെറ്റിലറാണ്, ശരിക്കും ഒരു വൈറ്റാണ്. പക്ഷേ വെള്ളക്കാരി ഇരുന്നിട്ട് പോലും അവർ സൗത്ത് ആഫ്രിക്കയിലത്തെ ആഫ്രിക്കൻസിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിച്ചത്. 1991 അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് സാഹിത്യത്തിനുള്ളത്. അപ്പോൾ അവർ പറയണത്, ശരിക്കും അവർ കോളനി വൽക്കരിക്കാൻ വന്ന ആളാണെങ്കിൽ പോലും പിന്നെ ഈ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കി വെള്ളക്കാരിയായിട്ട് പോലും ഷീ സ്റ്റുഡ് വിത്ത് ദ കോളനൈസ്ഡ് പീപ്പിൾ. അതായത് ആരാണോ അവിടെ ഇതാക്കിയിട്ടുള്ളത്, കോളനൈസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ വാക്കുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരും കേട്ടോ. കോളനൈസർ ആൻഡ് കോളനൈസ്ഡ്. കോളനൈസർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇന്ത്യക്കാർ ഓർത്താൽ മതി, കാരണം നമ്മൾ കോളനൈസ്ഡ് ആണ്. കോളനൈസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ബ്രിട്ടീഷുകാർ ഓർക്കണം, അവർ കോളനി നമ്മളെ ഭരിക്കാൻ വേണ്ടി വന്നവരാണ്. ഇതേ കോൺടെക്സ്റ്റ് തന്നെയാണ്. ഇവിടെ ഫ്രഞ്ച് പീപ്പിളാണ് കോളനൈസേഴ്സ്, കോളനൈസർ എന്ന് പറയുന്നത് ട്യൂണീഷ്യൻസ് ആണ്. അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലും ഇതേ പ്രോബ്ലം ഇവിടെ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, ഈ ഒരു നഡീൻ ഗോഡിമർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കോളനി ആൾക്കാരെയും ഒരേപോലെ കാണുന്നത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. രണ്ട്, ഈ പ്രധാനമായിട്ട് മെമിയുടെ വർക്കിൽ കുഴപ്പമുണ്ട്. കോളനവൽക്കരണം വന്നപ്പോൾ ഒരു ഗുണമുണ്ടായി, അതായത് ദേ ബ്രോട്ട് എൻലൈറ്റൻമെൻറ്റ് വിത്ത് ദം. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, രാജാറാം മോഹൻ റോയ് ഒക്കെ ആദ്യം ഈ ഈ ആര്യസമാജമൊക്കെ സ്ഥാപിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണ് പറയുന്നത്. കാരണം അതിലൂടെയാണ് നമുക്ക് ആ ഒരു വെസ്റ്റേൺ നോളജ് കിട്ടുള്ളൂ, എൻലൈറ്റ്മെൻറ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ ആ ഒരു ഇഷ്യൂ, അതായത് ഏത് നെഗറ്റീവിലൊരു പോസിറ്റീവ് ഉണ്ടാവുമല്ലോ, അത് ഇയാൾ അഡ്രസ്സ് ചെയ്തില്ല എന്നാണ് ഗോഡിമറുടെ പരാതി. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം ഒരു പരാതി കൂടിയുണ്ട്. ഇപ്പോൾ നഡീൻ ഗോഡിമർ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു വെള്ളക്കാരിയാണെങ്കിലും ഷീ സ്റ്റുഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഫോട്ട് എഗെയിൻസ്റ്റ് കോളനൈസേഴ്സ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂവും മെമി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടെക്സ്റ്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കാൻ ഇതുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കണം. ഇനി ഈ എസ്സേയുടെ സമ്മറി ഭാഗത്തേക്ക് വരാം. അത് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ഞാൻ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്കറിയാം പരീക്ഷയ്ക്ക് ഓർക്കാൻ ഇതെല്ലാം ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ആദ്യം സാർത്ര പറയുന്നത്, ഹി ഇൻട്രൊഡ്യൂസസ് എ ബുക്ക്. കാരണം ഒരു ഫോർവേഡ് എഴുതുമ്പോൾ ആദ്യത്തെ പേർപ്പസ് ആ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളത് വായിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർത്ത് തുടങ്ങുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ മെമി എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയാണ്. ഞാൻ തുടക്കം തന്നെ ഡിസ്കസ് ചെയ്തല്ലോ. അദ്ദേഹം വന്നിട്ട് ടുണീഷ്യയിൽ വന്നിട്ട് ഹി വാസ് എ നോൺ മുസ്ലിം കോളനൈസ്ഡ് പേഴ്സൺ. ദാറ്റ് ഈസ് ഹീസ് ബോത്ത് എക്സ്ക്ലൂഡഡ് ഫ്രം കോളനൈസേഴ്സ് ആൻഡ് കോളനൈസ്ഡ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ട് ഈ ഒരു ടുണീഷ്യയിൽ ഇയാൾ കോളനൈസർ ആണോ എന്നുള്ള രണ്ടിലും പെടാത്ത ഒരു മൂന്നാമത്തെ ആളായി മാറി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ടുണീഷ്യയിലെ അറബാണെങ്കിൽ ഹി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ കൊളോണിയൽ കോൺസ്പെക്ട്സ്. ഇനി അതല്ല, ഫ്രഞ്ച് അതോറിറ്റിയുടെ ഭാഗമാണെങ്കിൽ അയാൾക്ക് ഇവർ ഒപ്രസ് ചെയ്യാം. ഇതിലൊന്നും പെടാതെ വരുമ്പോൾ അയാളുടെ ഐഡൻറ്റിറ്റി തന്നെ അയാൾക്കൊരു എന്താ പറയുക, ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺഫ്ലിക്റ്റ്. ഞാൻ ആരുടെ കൂടെ നിൽക്കണം? ഓക്കെ. അതായത് നമ്മൾ പറയില്ലേ, ലുക്കിൽ അയാൾ ഫ്രഞ്ചുകാരനാണ്, പക്ഷേ ജന്മം കൊണ്ട് അയാൾ ടുണീഷ്യക്കാരനുമാണ്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ്, പക്ഷേ ടുണീഷ്യക്കാരായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പോൾ താൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, ആരുടെ കൂടെയാണ് എൻ്റെ ലോയൽറ്റി വരേണ്ടത് എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നമാണ് അദ്ദേഹം നേരിടുന്നതെന്നാണ് പറയുന്നത് സാർത്തർ. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അത് ശരിക്കും സാർത്തർ പറയുന്നത് കോളനിവൽക്കരണത്തെക്കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യ കോളനൈസ്ഡ് കൺട്രി ആയിരുന്നു. ഒരു ചൈനക്കാരൻ അവരാരും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അവരാരെയും കോളനി ചെയ്തില്ല, അവർക്ക് പോസ്റ്റ് കൊളോണിയലിസോ അല്ലെങ്കിൽ കൊളോണിയലിസത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? അതേപോലെയാണ് സാർത്തർ പറയുന്നത്. സാർത്തർ ഫ്രഞ്ചുകാരനാണ്, അദ്ദേഹത്തെ ആരും ഫ്രാൻസ് നിങ്ങൾക്കറിയാലോ, അതോ ഒന്നിനെയും കോളനി ആയിരുന്നില്ല.
അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഇവിടെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ റിലയബിൾ ആയിട്ട് ട്രസ്റ്റ് ചെയ്യാമെന്നാണ് സാർത്തർ പറയുന്നത്. പിന്നെ ഈ നമ്മളെപ്പോഴും പോസ്റ്റ് കൊളോണിയൽസിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ഭാഗമുണ്ട് നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റഡീസിൽ. അത് റേസിസമാണ്. അത് ഏറ്റവും പ്രഡോമിനൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ആഫ്രിക്കൻ പോസ്റ്റ് കൊളോണിയലിസം പഠിക്കുമ്പോഴാണ്. പലപ്പോഴും അവരെ വെറുത്തിരുന്നത് അവരുടെ കളറിൻ്റെ ഇതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാലോ. ആ റേസിസം എന്ന് പറയുന്നത് മെമി ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നാണ് സാർത്തർ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ കൊളോണിയൽ സിസ്റ്റത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ദാറ്റ് ഡിവൈഡ്സ് പീപ്പിൾ ഇൻടു ടു. അത് നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് അറിയാം. അത് കോളനൈസ്ഡ് ആൻഡ് കോളനൈസ്ഡ് അല്ല. അതിനുള്ളിൽ തന്നെ പല സബ് ഡിവിഷൻസും ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റമാണ് കോളനൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഇവിടെ സാർത്തറിൻ്റെ ആങ്കർ എന്ന് പറയുന്ന ഈ കോളനൈസേഷൻ എന്നുള്ള സിസ്റ്റത്തോടാണ്. പക്ഷേ മെമി പറയുന്നത് സ്വന്തം അനുഭവമാണ്. ഓക്കെ. അതാണ് അവിടെ ഇതായിട്ട് വരുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മെമി എന്താണ് അനുഭവിച്ചതെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ജെനുവിൻനെസ് ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ. ഈ ഒരു പോയിന്റും സാർത്തർ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദർ ആർ നോ ഗുഡ് ആൻഡ് ബാഡ് കോളനിസ്റ്റ് എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഒരു പോയിന്റാണ് നാഡിയൻ ഗോഡിമൻ പറയുന്നത് ദർ ആർ സം ഗുഡ് കോളനൈസേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് കോളനിവൽക്കരിക്കുന്ന ബ്രിട്ടീഷരുടെ ഇടയിൽ നല്ലവരുണ്ട്, എല്ലാവരെയും ഒരേപോലെ കാണരുതെന്നാണ് നാഡിയൻ ഗോഡിമർ പറയുന്നത്. പക്ഷേ സാർത്തർ അങ്ങനെ പറയുന്നില്ല. ഗുഡും ബാഡും ഒന്നുമില്ല. അവരെല്ലാം ഒറ്റ പർപ്പസ് ഉള്ളൂ, ദേ കം ടു ഒപ്രസ് അസ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിനേക്കാളും കൂടുതൽ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളറിയാലോ ഈ കോളനൈസേഴ്സ് കോളനിവൽക്കരണത്തിൽ വരുന്നത് ഇംഗ്ലണ്ട് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അവരെല്ലാം പറയുന്നത് ഞങ്ങൾ റാഷണലാണ്, ഞങ്ങൾ സുപ്പീരിയർ ആണ്, ഞങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങളെല്ലാം സാവേജ് ആണ്, അൺസിവിലൈസ്ഡ് ആണ് എന്ന രീതിക്കാണ്. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കേ യോഗ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇതിനെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റിഫൈ ആണ്, നിങ്ങളൊക്കെ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെക്കുറിച്ചാണ് സാർത്തറോട് വിമർശിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡീഹ്യൂമനൈസസ് ബോത്ത് കോളനൈസേഴ്സ് ആൻഡ് കോളനൈസ്ഡ്. ഈ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥർ എല്ലാം പൊട്ടയാണെന്ന് സാർത്തർ പറയുന്നില്ല. അവർക്കും സൈക്കോളജിക്കലായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അത് നാം ഒരിക്കലും പോസ്റ്റ് കൊളോണിയലിസം ഡിസ്കസ് ചെയ്യാറില്ല. പിന്നെ മോർ ഓവർ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇൻ ലോങ് റൺ എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളത് ദ കൊളോണിയലിസ്റ്റ് സൊസൈറ്റി കനോട്ട് ഇൻറ്റഗ്രേറ്റ് ദ കോളനൈസ്ഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഇറ്റ് സെൽഫ് ലീഡിങ് ടു ദ ഇവൻച്വൽ കൊളാപ്സ് ഓഫ് കൊളോണിയലിസം. അതായത് ഒരു കാലത്ത് കോളനിവൽക്കരണം അവസാനിക്കുമെന്നാണ് സാർത്തർ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നിയോ കൊളോണിയലിസത്തിൻ്റെ കാലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആർഗ്യുമെൻ്റ് വിജയിച്ചില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കറിയാലോ ഘാനയ്ക്കാണ് ആദ്യമായിട്ട് ആഫ്രിക്കയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത് എഴുതുന്നൊരു സമയത്ത് ഇപ്പോൾ നമുക്കറിയാം 1947 ഇന്ത്യ സ്വതന്ത്രമായി, പാകിസ്ഥാൻ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ആ ഒരു 15 വർഷത്തിനിടയിൽ ലോകത്ത് സ്വതന്ത്രമായി. കോളനിവൽക്കരണത്തിൽ നിന്നും പുറത്തു വന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കോളനിവൽക്കരണം അവസാനിക്കും എന്ന് സന്തോഷിക്കുന്ന ഒരു കാലത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു അമേരിക്കൻ മിലിറ്ററിസവും എല്ലാം കാണുമ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു പോയിന്റ് എഴുതണ്ട കേട്ടോ. ദെൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ഓഫ് കോളനൈസ് പീപ്പിൾ. അതായത് നമുക്കറിയാലോ ഇന്ത്യൻസ് ആരാണെങ്കിലും അവർ തന്നെ പൊരുതിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാം സംഭവിക്കും എന്നാണ് സാർത്തർ പറയുന്നത്. പിന്നെ ഹി എൻഡ്സ് ദ ഫോർവേഡ് ബൈ ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടു മെമി. അപ്പോൾ ഈ കോളനൈസ്ഡ് ആൻഡ് കോളനൈസ്ഡ് എന്ന വർക്ക് മെമി എഴുതിയത് സാർത്തർ ഇങ്ങനെ തോളത്തട്ടി മെമീനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പറയുന്നത്. വെൽ ഡൺ മൈ ബോയ്, നീ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ തിങ്സ് യു ഹാവ് എന്നാണ് പറയുന്നത്. ഇനി ഇൻ കൺക്ലൂഷൻ, ഒരു ഡിഫിക്കൽട്ട് എസ്സേ ആയതുകൊണ്ട് നമുക്കൊന്നത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താണിത് പഠിച്ചത്? ബേസിക്കലി ഇത് ആൽബർട്ട് മെമ്മി എഴുതിയിട്ടുള്ള കോളനൈസർ ആൻഡ് കോളനൈസറിൻ്റെ ഒരു ഫോർവേഡും അതാണ് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെമ്മിയുടെ ആർഗ്യുമെൻറ്റ്സിനെ സാർത്തർ മോസ്റ്റ് ഓഫ് ദം ഹീ സപ്പോർട്ട്സ്. പക്ഷേ നെഡിൻ ഗോഡിമർ അതിന് പകലതും എഗൻസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് സാർത്തറിൻ്റെ ഇത് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മെമി എന്ന് പറയുന്ന ആൾ സ്വന്തം അനുഭവങ്ങളാണ് എഴുതിയിട്ടുള്ളത്, ജീവിതാനുഭവങ്ങൾ. അപ്പോൾ എപ്പോഴും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എഴുതുമ്പോൾ, റിയൽ ലൈഫ് ഇത് എഴുതുമ്പോൾ അതിന് ജെനുവിൻനെസ് ഉണ്ട്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ദർ ആർ നോ ഗുഡ് ഓർ ബാഡ് കോളനിസ്റ്റ് എന്ന് സാർത്തർ എടുത്ത് പറയുന്നത് എല്ലാ കോളനൈസേഴ്സും എന്താ പറയുന്നത് ബാഡ് തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ കൊളോണിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്കും ഇതുണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ പലപ്പോഴും ചിലർ ഈ കോളനിവൽക്കരണം ജസ്റ്റിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് റെയിൽവേ കിട്ടിയില്ലേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ലേ, ഇതെല്ലാം കിട്ടിയത് കോളനിവൽക്കരണം കൊണ്ടല്ലേ എന്ന്. അപ്പോൾ അതിൽ ശശി തരൂർ പറയുന്നൊരു വളരെ ഷാർപ്പുള്ള മറുപടി ഉണ്ട്. ചൈനേനെ ആരും കോളനിയാക്കിയില്ല, എന്നിട്ട് ചൈന ഇതെല്ലാം നേടിയില്ലേ. അപ്പോൾ നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളതാണ്.
അവരാരും വന്നില്ലെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എസ്പെഷ്യലി നമുക്കൊരു മോഡേൺ ഇതിൽ ഇപ്പോൾ നമ്മുടെ കോവിഡ് വാക്സിനൊക്കെ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തിനും അതിനേതായിട്ടുള്ള കഴിവുണ്ട്. പക്ഷേ കൊളോണിയൽ സിസ്റ്റം കൊണ്ട് ഒരാൾക്കും ഒരു ഗുണവും ഉണ്ടാവില്ല, നാശം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് റിപ്പീറ്റഡ്ലി എസ്സേയിൽ പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് എപ്പോഴും കൊളോണിയലിസ്റ്റുകൾ ദേ ജസ്റ്റിഫൈ. അപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റ് തന്നെ അവർ പലപ്പോഴും പറയാറുണ്ട് വി യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ളതൊക്കെ. അതായത് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ കോളനിവൽക്കരണം അവരുടെ നെഗറ്റീവ് ആക്റ്റുകളെല്ലാം പ്രൂവ് ചെയ്യുന്നത് അനാവശ്യമായ ന്യായീകരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊളോണിയലിസം ഒരു കാലത്ത് പൂർണ്ണമായിട്ട് അവസാനിക്കുമെന്നും എല്ലാ കോളനൈസേഴ്സും എലിമിനേറ്റ് ചെയ്യപ്പെടുമെന്നും ആണ് സാർത്തറും മെമിയും വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് പുതിയൊരു രീതിയിൽ അത് വന്നു. അപ്പോൾ അവസാനം പറയുന്നത് നാഷണലിസം ആൻഡ് യൂണിറ്റി ആണ് കോളനൈസ്ഡ് കൺട്രീസിന് വേണ്ടത്, സോ ദാറ്റ് ദേ ക്യാൻ സ്റ്റാൻഡ് ടുഗെദർ. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളനൈസർ ആൻഡ് കോളനൈസ്ഡ് എന്നതിൽ എങ്ങനെയാണ് നമ്മളൊരു കോളനിയിലുള്ള ഒരാൾ തൻ്റെ കോളനൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവസാന ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യ കോളനൈസ് ചെയ്തപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ എന്താ പറയുക, ഒരു ഉന്നത ജാതിക്കാരൻ എക്സ്പീരിയൻസ് ചെയ്ത കോളനിവൽക്കരണമല്ല ഒരു താഴ്ന്ന ജാതിക്കാരൻ എക്സ്പീരിയൻസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ കേരള മോഡേണിറ്റി തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ആദ്യം കേരള സർവീസിൽ തമിഴ് ബ്രാഹ്മിൺസിന് മാത്രമേ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ സിവിൽ സർവീസിൽ, പിന്നീട് നായേഴ്സ്. അപ്പോൾ പിന്നെ അപ്പോഴും ഈ താഴെക്കടയിലുള്ള ആരും വരുന്നില്ല. അപ്പോൾ ഒരേ സിസ്റ്റത്തിൻ്റെ കീഴിൽ, അപ്പോൾ നമ്മളെല്ലാം ബ്രിട്ടീഷ് കോളനി ആയിരുന്നെങ്കിൽ പോലും പല രീതിയിലും പല രീതിക്കാണ് അത് എക്സ്പീരിയൻസ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിൽ ചിലവർ അതിൻ്റെ വളരെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചപ്പോൾ ചിലവർ അതിൽ സ്പർശിക്കാതെ പോയി. അപ്പോൾ ആൽബർട്ട് മെമി എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ജൂയിഷ് ഒറിജിൻ കൊണ്ട് ട്യൂണീഷ്യ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കോളനിയിൽ സത്യം പറഞ്ഞാൽ കോളനൈസേഷന് അധികം അദ്ദേഹത്തിനെ ടച്ച് ചെയ്യാതെ പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കോമെൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഐ വിൽ സീ യു ഇൻ ദി അനദർ ക്ലാസ്. അണ്ടിൽ ദെൻ, പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്.